സത്യത്തിൽ യൂട്യൂബ് ചെയ്ത ഒരു കൊടും ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം 4000 മണിക്കൂറിന്റെ വാച്ച് അവർ ഒറ്റയടിക്ക് 8000 മണിക്കൂറാക്കി, ഡബിൾ ആക്കി. ഈ 4000 കംപ്ലീറ്റ് ചെയ്യാൻ ആളുകളുടെ നിന്ന് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 8000 മണിക്കൂർ. അതിന്റെ കൂടെ പേടിപ്പിക്കാനായിട്ട് കുറെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നു, ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഞാനത് കാണിച്ചു തരാം. ഈ ഒരു മെയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിനും വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കി, ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതിലൊരു ടേംസ് അപ്ഡേറ്റ് ചെയ്യുകയാണ്, അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതിൽ 3-4 മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കി, 31 ജാനുവരി 2027 മുമ്പായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും ഇതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൽ യൂട്യൂബ് പറഞ്ഞിട്ടുള്ളതെന്നും ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. എല്ലാവർക്കും ആവശ്യമുള്ളൊരു വീഡിയോ തന്നെയാണ് ഈ ഒരു മെയിൽ. സാധാരണ നമുക്ക് യൂട്യൂബ് അയക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതുപോലുള്ള ഒരു മെയിൽ അല്ല. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക. എല്ലാവരും വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുന്നൊക്കെയുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക. ഓക്കെ, ഇവിടെ 3 മൊഡ്യൂൾസ് ആയിട്ടാണ് ഈ മെയിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂള് വാച്ച് പേജ് ആഡ് മോണിറ്റൈസേഷനും, രണ്ടാമത്തേത് ഷോർട്ട് മോണിറ്റൈസേഷൻ, മൂന്നാമത്തേത് കൊമേഴ്സ് പ്രൊഡക്റ്റ് മോണിറ്റൈസേഷൻ. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട മോണിറ്റൈസേഷൻ. അപ്പം ആ 3 സെക്ഷനിലാണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഇവിടെ. ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക അറിയാവോ? നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അതായത് ലോങ് ഫോം ആഡ്സ് ഡിസേബിൾ ആവും, അതിൽ നിന്നുള്ള പ്രീമിയം ഏണിങ്സ് പോകും, ഷോർട്സ് വീഡിയോയിൽ നിന്നുള്ള ആഡ്സ് പോകും, പ്രീമിയത്തിൽ നിന്നുള്ള ഏണിങ്സ് നഷ്ടപ്പെടും, ഫാൻ ഫണ്ടിങ് പോകും. അങ്ങനെ ഏകദേശം മോണിറ്റൈസേഷൻ പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മെയിലിന്റെ ഒക്കെ പിറകിൽ ഇത്രയും കാര്യമേ ഉള്ളൂ. 4000 മണിക്കൂർ 8000, അതേപോലെ 10 മില്യൺ വ്യൂസ് 20 മില്യൺ വ്യൂസും ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. മുമ്പോട്ടുള്ള സമയത്ത് ഈ പറഞ്ഞ ക്രൈറ്റീരിയ ആണ് നമുക്ക് യൂട്യൂബിൽ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂട്യൂബ് ഈ ഒരു മെയിൽ അയച്ചിട്ടുള്ളത്. അപ്പോൾ 2027 ഫെബ്രുവരി 1 മുതൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 8000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 365 ഡേയ്സിൽ വേണം. അതേപോലെ ഷോർട്സിന്റെ ത്രൂ ആണെങ്കിൽ 2 മില്യൺ വ്യൂസും 20 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 90 ഡേയ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഓക്കെ, ആ ഒരു ക്രൈറ്റീരിയ വന്നു, അതങ്ങനെ പോട്ടെ. പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഈ 20 മില്യൺ വ്യൂസ് ഒക്കെ വെച്ച് നമ്മൾ ഷോർട്സ് മോണിറ്റൈസ് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ ഈ ഷോർട്സിൽ നിന്നുള്ള ഏണിങ്സ് നമുക്ക് കിട്ടി നമ്മുടെ ഷോർട്സ് മോണിറ്റൈസ്ഡ് ആയിട്ട് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ 10 മില്യൺ വ്യൂസ് എല്ലാ ലാസ്റ്റ് 90 ഡേയ്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. മനസ്സിലായോ? ഇപ്പം നമുക്ക് 90 ഡേയ്സിൽ ഒരു പ്രാവശ്യം മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര വ്യൂ വന്നെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഉള്ള വ്യൂവിന് നമുക്ക് പൈസ കിട്ടും. പക്ഷേ മുമ്പോട്ട് അങ്ങനല്ല, അത് മാറി. ഇനിയും 10 മില്യൺ വ്യൂസ് ലാസ്റ്റ് 90 ഡേയ്സിലെല്ലാം നമ്മുടെ ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഷോർട്സിൽ നിന്നുള്ള അഡ്വർടൈസ്മെന്റിന്റെ ഏണിങ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? ഞാനതാ പറഞ്ഞത്, ഇതൊരു കൊടും ചതിയാണ് യൂട്യൂബ് ചെയ്തത്. പുതിയ ക്രിയേറ്റേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ അതോ ഉള്ളവർ കൂടിപ്പോയത് കൊണ്ടാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ആകുന്നത്ര പരിശ്രമിച്ചോളുക. ഈ പറയുന്ന ഫെബ്രുവരിക്ക് മുമ്പ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ലോങ് ഫോം വീഡിയോകളിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് വരും, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു മുമ്പോട്ടുള്ള സമയത്ത് യൂട്യൂബ് കുറച്ചുകൂടി ലോങ് വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുകയും ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പം സത്യത്തിൽ യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷെങ്കിൽ മുന്നോട്ടുള്ള സമയത്ത് അതിലൊരു മാറ്റം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബർ എന്ന് പറയുന്നവർക്ക് കുറച്ചുകൂടെ പ്രയോജനം ചെയ്യും. കാരണം മിക്ക യൂട്യൂബേഴ്സ് ഇപ്പം ഈ കണ്ടന്റുകൾ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അല്ല, യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും ലോങ് ഫോം കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വ്യൂ ഇപ്പോൾ കുറവാണ്, അവർക്കൊന്നും നല്ല വരുമാനം കിട്ടുന്നില്ല. അപ്പം അത് മുമ്പോട്ടുള്ള സമയത്ത് ഇതിലൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ മെയിലിൽ കാണിച്ചിട്ടുള്ള അക്സെപ്റ്റ് ന്യൂ ടേംസ് എന്നുള്ളത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അക്സെപ്റ്റ് ന്യൂ ടേംസ് എന്നുള്ള ഒരു ബട്ടൺ കാണാം നിങ്ങൾക്ക് മെയിലിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോയിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആകുന്നത്. വൈറ്റി സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ത്രൂ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ടേംസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ മെയിലാണ് നിങ്ങൾക്ക് ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ മെയിലിൽ പോയിട്ട് വൈറ്റി സ്റ്റുഡിയോയിൽ നിന്ന് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഞാനത് കാണിക്കുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലോ എൻ്റെ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ആ ടേംസ് അക്സെപ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് വീഡിയോയുമായി ബന്ധപ്പെട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈ ഇരുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.